ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും അടങ്ങിയ കോൺഗ്രസിന്റെ സമ്പന്നമായ പാരമ്പര്യം വിളിച്ചോതുന്ന അഹമ്മദാബാദ് AICC സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം BJPക്ക് ശക്തമായ സന്ദേശം നൽകുകയാണ് അഹമ്മദാബാദിലെ സമ്മേളനത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കും. നീതിയുടെ വഴി, സമർപ്പണം, പ്രതിജ്ഞ, പോരാട്ടം എന്നീ മുദ്രാവാക്യങ്ങളിലൂന്നിയാണ് ഇത്തവണ AICCയുടെ പ്രത്യേക സമ്മേളനം. 3 പതിറ്റാണ്ടായി പ്രതിപക്ഷത്തിരിക്കുന്ന ഗുജറാത്തിൽ 64 വർഷത്തിന് ശേഷമാണ് AICC ദ്വിദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 1902 അധ്യക്ഷൻ സുരേന്ദ്രനാഥ ബാനർജിയുടെ അധ്യക്ഷതയിലായിരുന്നു അഹമ്മദാബാദിലെ ആദ്യ സമ്മേളനം. ഒടുവിൽ 1961 ഭാവ്നഗറിൽ നീലം സഞ്ജീവ റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ അവസാന സമ്മേളനവും. AICC അധ്യക്ഷനായി മഹാത്മാഗാന്ധി ചുമതലയേറ്റതിന്റെ 100ാം വാർഷികവും പട്ടേലിന്റെ 150ാം ജന്മവാർഷികവും ഒത്തുചേരുന്ന വേളയിലാണ് ഇരുവരുടെയും ജന്മസ്ഥലമായ അഹമ്മദാബാദിൽ സമ്മേളനം നടക്കുന്നത്. ഗാന്ധിജിയെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും BJP പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവരുടെയും പൈതൃകം ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. ചരിത്ര പ്രസിദ്ധമായ സർദാർ സ്മാരകത്തിൽ 169 പേർ പങ്കെടുക്കുന്ന വിശാല പ്രവർത്തക സമിതി യോഗമാണ് ആദ്യ ദിനം നടക്കുക. തുടർന്ന് സബർമതി നദീതീരത്ത് 1725 പ്രതിനിധികൾ പങ്കെടുക്കുന്ന AICC സമ്മേളനം. വഖഫ് നിയമ ഭേദഗതി നിയമം എന്ന പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങളോടുള്ള നയം, ഭരണഘടന നേരിടുന്ന വെല്ലുവിളി, പാർലമെന്റിലെ ഏകപക്ഷീയ നയം, മണിപ്പൂർ തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും. കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അഗ്നിപരീക്ഷയാകുന്ന ബീഹാർ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകൾ, തിരിച്ചുവരവിനും നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വഴികൾ ഗുജറാത്ത് സമ്മേളനത്തിലൂടെ തെളിയിക്കാനാകും നേതൃത്വത്തിന്റെ തീവ്ര ശ്രമം. 2025 പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിച്ച പാർട്ടി അടിമുടി നവീകരണത്തിനുള്ള മാർഗങ്ങൾക്കാകും 2 ദിവസത്തെ സെക്ഷനിൽ രൂപം നൽകുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.